गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഇവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വളരെ പ്രാഥമിക തലത്തിൽ ദൈവദശകത്തെ ശ്രദ്ധിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച നോട്ടീസ് പ്രകാരം വിഷയം വേറെയാണെങ്കിലും അതും ഈ ഒരു ദൈവദശകത്തിൽ അന്തർഭവിച്ചത് തന്നെ. അതിനാൽ ഈ ദൈവദശകത്തെ തന്നെ ഇന്നും നമ്മൾ ശ്രദ്ധിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിലടങ്ങിയ പ്രക്രിയകളൊന്നും വിശദീകരിക്കുന്നില്ല, വിസ്തൃതമായ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. സാമാന്യം വിചാരം ചെയ്യാൻ ഒരു സൗകര്യം, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. മറ്റതിന് വളരെ അധികം സമയം വേണ്ടി വരും. ഏതായാലും നമ്മൾ ഇന്നലെ ഒടുവിൽ ശ്രദ്ധിച്ചത് 5-ാമത്തെ ശ്ലോകമാണ്. അവിടെ ഈ ജഗത്തിൻ്റെ ഉപാദാന കാരണവും നിമിത്ത കാരണവും എല്ലാം ഏകമാണ്, അദ്വിതീയമാണ്. ഒരു സൃഷ്ടിജാലം പുതുതായിട്ടുണ്ടാവുക എന്നതില്ല. എന്താണോ ഉള്ളത് അതിൽ നാമരൂപങ്ങൾ അഭിവ്യക്തമാകും. അഭിവ്യക്തമായ നാമരൂപങ്ങൾ തിരോഭവിക്കും. അല്ലാതെ പുതുതായിട്ടൊന്നും ഉണ്ടാവണില്ല. ഉണ്മയാകട്ടെ ഒട്ടും നശിക്കുന്നുമില്ല. ഇതാണ് വൈദിക സിദ്ധാന്തം. ഇല്ലാത്തത് ഉണ്ടാവില്ല, ഉള്ളത് ഒട്ടും നശിക്കുകയില്ല. അപ്പോൾ എന്താണ് ഈ ഉണ്ടാവലുകൾ, സൃഷ്ടിജാലങ്ങൾ എന്നൊക്കെ നമുക്ക് തോന്നുന്നത്? അവിടെ ആചാര്യന്മാർ ഏകസ്വരത്തിൽ നമ്മളോട് പറഞ്ഞു തരും, അത് നാമരൂപങ്ങളുടെ ആവിർഭാവവും തിരോഭാവവും മാത്രമാണ്. ഉണ്മ ഭേദരഹിതമാണ്. ഈ ഒരു വേദാന്ത തത്വത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഏകമായ തത്വമാണ് എന്ന പ്രഖ്യാപനം. തുടർന്ന് അല്പം കൂടി വേഗത കൂട്ടണം. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. എന്താണ് ഭഗവത് സ്വരൂപം? ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ആരംഭിച്ചു. ഇവിടെ ദൈവശബ്ദം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഇത് വ്യക്തമാക്കേണ്ടതുണ്ട്.
കാരണം നമ്മുടെ വൈദികമായ സംജ്ഞയിലേക്ക് പോയാൽ ദൈവശബ്ദം വിഭിന്ന അർത്ഥതലങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന്, ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ എല്ലാം പിന്നിലുള്ള അധിനിയമം ഈശ്വരൻ. വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള അധിനിയമങ്ങൾ ദേവതകൾ. നേരത്തെ പറഞ്ഞ ഈശ്വരത്വത്തിനും ഉപരി മായാരഹിതമായ യാതൊരു പരബ്രഹ്മതത്വമുണ്ടോ അത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അർത്ഥതലങ്ങളിൽ ദേവശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട് ശാസ്ത്രങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ ദേവശബ്ദം എവിടെയൊക്കെ ബഹുവചനത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടോ അവിടെ ദേവതകൾ എന്ന് നമ്മൾ അർത്ഥമെടുക്കും. എവിടെ ഏകവചനത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടോ അവിടെ ഒന്നുകിൽ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലോ സന്ദർഭാനുസാരം നമ്മൾ അർത്ഥമെടുക്കും. അങ്ങനെയാണ് വേദപഠനത്തിൽ ചെയ്യുക. ഇവിടെ ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. എന്താണ് ഇവിടെ ദൈവശബ്ദം കൊണ്ട് മനസ്സിലാക്കേണ്ടത്? വ്യത്യസ്ത ദേവതകൾ എന്നുള്ള തലത്തിലാണോ ഇവിടെ ഗുരുദേവൻ ഉദ്ദേശിച്ചത്? അല്ല ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലോ? അതല്ല ബ്രഹ്മം എന്ന അർത്ഥത്തിലോ? ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുകയാണ്, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ഇതിനേക്കാൾ ലളിതവും സുന്ദരവും സ്പഷ്ടവുമായിട്ട് പറയാൻ വയ്യ. എങ്ങനെ നോക്കൂ, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. ഇവിടെ ആദ്യം തന്നെ മായയെ സംബന്ധിച്ച് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ മുഴുവൻ പ്രകടീകരണത്തിന് കാരണമായ ശക്തിവിശേഷം എന്ന് മനസ്സിലാക്കുക. സത്വ രജസ് തമോ ഗുണാത്മിക സകലവിധ പ്രതിഭാസങ്ങളുടെയും പിന്നിലുള്ള ശക്തിവിശേഷം പ്രകൃതി എന്നും മായ എന്നും പല പേരുകളിൽ പല സന്ദർഭങ്ങളിൽ പല ദാർശനികരാൽ വിളിക്കപ്പെടുന്ന തത്വം. ഇവിടെ എന്താണ് ഈ പ്രകൃതിയും പുരുഷനും അഥവാ മായയും ഈശ്വരനും ശക്തിയും ശിവനും എന്നൊക്കെ പലതായി പറയുന്ന ഈ തത്വങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ത്, ഭേദമെന്ത്? വിവിധ ദർശനങ്ങളിൽ വിവിധ സമാധാനങ്ങളാണുള്ളത്. സാഖ്യനും യോഗിയും പ്രകൃതിയെയും പുരുഷനെയും ഭിന്ന തത്വങ്ങളായിട്ട് പറഞ്ഞു തരും. തീർത്തും ഭിന്നങ്ങളാണ്. പക്ഷേ ഭിന്നങ്ങളായ രണ്ട് തത്വങ്ങൾ ആത്യന്തികങ്ങളായി ഗണിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് വേദാന്തം സ്വാനുഭൂതിയിൽ ബോധിപ്പിക്കുന്നത്. ഭിന്നങ്ങളായ രണ്ട് തത്വങ്ങൾ ഉണ്ടാവാം, അവയെ നാം നിഷേധിക്കുന്നില്ല. പക്ഷെ ഭിന്നങ്ങളായ രണ്ട് തത്വങ്ങൾ ഒരിക്കലും ആത്യന്തികമാവാൻ തരയില്ല. ആത്യന്തികമായി സത്യം ഏകമാണ്, അദ്വിതീയമാണ്. ഈ ഒരു വേദാന്തത്തിന്റെ മാന്യതയാണ് ഇതര ദർശനങ്ങളിൽ നിന്ന് ഭിന്നമായി ഗുരുദേവൻ ഇവിടെ കാണിച്ചു തരുന്നത്. മായയും മായാവിയും നീ തന്നെയാണ്. മായാവിയിൽ നിന്ന് ഭിന്നമല്ല മായ. പ്രകടമാകുന്ന സമയത്ത് ഭിന്നമെന്ന പോലെ നമുക്ക് തോന്നും. എപ്പോഴാണോ നാമരൂപാത്മക ഭാവത്തിൽ ഈ ജഗതാകാരത്തിൽ വിലസുന്നത്, അപ്പൊ നമ്മൾ പുരുഷനിൽ നിന്ന് ആത്മതത്വത്തിൽ നിന്ന് ഭിന്നമാണ് മായ എന്ന് നമ്മൾ നിരൂപണം ചെയ്യും. പക്ഷേ വിചാരം ചെയ്യുന്ന സമയത്ത്
പുരുഷനിൽ നിന്ന് അനന്യമാണ് മായ എന്നറിയും. ഇതാണ് മായാം തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം തുടങ്ങിയ ശ്രുതിവാക്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതാണ് മമമായ തുടങ്ങിയ ഗീതാവാക്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു അദ്വൈത പക്ഷം ഇവിടെ കാണിച്ചു തരികയാണ്. മായയും മായാവിയും നീ തന്നെയാണ്. മായ ആർക്കധീനമോ ആ മായാവി, ആ മായാവിയിൽ നിന്ന് പ്രകടമാകുന്ന മായ രണ്ടും ഏകം തന്നെയാണ്. മായാവിയിൽ നിന്ന് ഭിന്നമായിട്ട് മായയില്ല. ഇവിടെ ഒരു മായാവി വന്നു നിന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ ചില പ്രയോഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു സിംഹമായി നമ്മുടെ നേർക്ക് ചാടി എന്ന് വിചാരിക്കുക. ഇയാൾ എന്താണ് പ്രയോഗിക്കാൻ പോണത് എന്ന് അറിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒന്ന് ഞെട്ടിപ്പോകും പെട്ടെന്ന്. പക്ഷേ അവിടെ മായാവിയിൽ നിന്ന് ഭിന്നനായിട്ട് ആരും തന്നെ ഇല്ല, സിംഹവും ഇല്ല. അവിടെ സിംഹമായി നമ്മുടെ നേർക്ക് ചാടി എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. പക്ഷെ മായാവിയിൽ നിന്ന് ഭിന്നനായിട്ട് അല്ലെങ്കിൽ ഭിന്നമായിട്ട് ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പോ ഈ സിംഹാകാരത്തിൽ രൂപപ്പെട്ടതിന്റെ പിന്നിലുള്ള മായ എവിടെ ഇരുന്നു? മായാവിയിൽ തന്നെ അനന്യമായിരുന്നു. തന്നിൽ അനന്യമായി നിഹിതമായ ശക്തിയെ പ്രകടമാക്കുകയാണ് മായാവി ചെയ്തത്. അപ്പോ നീയല്ലോ മായയും മായാവിയും. പക്ഷേ ദൃഷ്ടാന്തത്തിൽ, ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ ഈ മായാവിയുടെ മായാപ്രയോഗത്താൽ ബാധിക്കപ്പെടുന്ന, ബന്ധിക്കപ്പെടുന്ന മറ്റൊന്നുണ്ട്. അത് ഈ കാണുന്ന പ്രേക്ഷകരാണ്. പക്ഷെ ഇവിടെ അതുമില്ല. മായാവിനോദനും നീ തന്നെയാണ്. മായയെ കൊണ്ട് വിനോദിക്കുന്നവനും നീ തന്നെയാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശർജുന തിഷ്ഠതി എന്ന് പറഞ്ഞിട്ട് ഗീതാകാരൻ പറയും, ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ എന്ന്. മായ കൊണ്ട് സകല ഭൂതങ്ങളെയും യന്ത്രാരൂഢന്മാരാക്കി ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. മായയെക്കൊണ്ട് പലവിധ ലീലാവിലാസങ്ങളെ ചെയ്ത് അവയാൽ വിനോദിച്ചിരിക്കുന്നവനും നീ തന്നെ. ഇവിടെ മായാവിനോദനം എന്ന് പറയുന്ന സമയത്ത് അധികം വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ലെങ്കിലും വിചാരം ചെയ്യാൻ ഒരൊറ്റ ആശയം പറയട്ടെ. ആത്യന്തികമായി സത്യം രണ്ടില്ലെന്നും ഈശ്വര ഭിന്നമായിട്ടൊന്നില്ലെന്നും അവിടുന്ന് തന്നെ ഈ ജഗതാകാരം പ്രകടമാകുന്നു എന്നും വേദാന്തി പറഞ്ഞ സമയത്ത് ദാർശനിക ചർച്ചയിലൊരു ചോദ്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ജഗത്തിന്റെ പ്രകടീകരണം അഥവാ പ്രാദുർഭാവം? ഇതിന് ആചാര്യന്മാര് പല പ്രകാരത്തിൽ മറുപടി പറയും. ലീലാർത്ഥം സൃഷ്ടിരീത്യന്യേ, ക്രീഡാർത്ഥം ഇതി ചാപരേ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആശയങ്ങളെ മുന്നോട്ട് വയ്ക്കും. ഇത് ഭഗവാന്റെ ലീലയാണ്, ഇത് കളിക്കായിക്കൊണ്ടാണ് എന്നൊക്കെ പലതരത്തിലാണ്. അവസാനം ഓരോ പക്ഷത്തെയും വിചാരം ചെയ്ത് എതിർക്കും. ഇതൊക്കെ ഭഗവാന്റെ ലീലയാണെന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ലീല ചെയ്യേണ്ടതുണ്ടോ? ഭഗവാന് പുറത്തെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട്? ക്രീഡാർത്ഥമാണ്, ഈ ക്രീഡാർത്ഥം കളിച്ചിട്ട് ഈ പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കണോ എന്നൊക്കെ പല രീതിയിൽ വിചാരം ചെയ്ത് അവസാനം വേദാന്തി പറയുന്നത് ദേവശേഷ സ്വഭാവോയം ആത്മകാമസ്യ കാസ്പൃഹ എന്നാണ്. ഇത് ദേവസ്വഭാവമാണ്. ആ സ്വഭാവത്തെ വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ക്രീഡാർത്ഥമാണ്, ലീലാർത്ഥമാണ്, അല്ലെങ്കിൽ ജീവങ്ങളുടെ ജ്ഞാനാർത്ഥമാണ് എന്നൊക്കെ പറയാം എന്നല്ലാതെ സത്യത്തിൽ ഇതവിടുത്തെ സ്വഭാവമാണ് എന്ന് സമാധാനിക്കും. ഇപ്പൊ എന്തിനാണ് ഈ ജഗത്തിന്റെ പ്രകടീകരണം?
എന്തിനാണ് ഈ മായാവിലാസങ്ങളെ കൊണ്ട് ഈ കണ്ടതെല്ലാമായി തീർക്കുന്നതും ഒക്കെ? അവിടെ മറുപടി, അതവിടുത്തെ സ്വഭാവമാണ്. അതുകൊണ്ട് ഈ മായയെ പ്രകടമാക്കി അനേകവിധ ലീലകളെ ആടുന്നത് നിന്റെ സ്വഭാവമാണ്. ഈ മായയെ കൊണ്ട് നീ സ്വയമേവ വിനോദിക്കുന്നു, മറ്റൊന്ന് പറയാനില്ല. അപ്പോ മായയും നീ, മായാവിയും നീ, മായാവിനോദനും നീ, ഇത്രയൊക്കെ ഉള്ള വസ്തുതകളാണ്. ഈ വസ്തുതകളെ അപഗ്രഥിക്കുന്നത് കൊണ്ട് മാത്രം ഒരു സാധകന് വലിയൊരു പ്രയോജനമൊന്നുമില്ല. സാധകൻ എവിടെയാണ് പ്രയോജനം? അത് അടുത്ത പാദത്തിലാണ് പറയുന്നത്. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. തമേവ ശരണം ഗച്ഛ, അവനെ തന്നെ ശരണം പ്രാപിക്കൂ. എങ്ങനെ? സർവഭാവേന, സമ്പൂർണ്ണ സമർപ്പണ ഭാവത്തോടുകൂടി, ആത്മസമർപ്പണ ഭാവത്തിൽ അവനെ ശരണം പ്രാപിക്കൂ. ആരെ? ജഗത് ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്ന, മായയ്ക്ക് അധീശനായി നിലകൊള്ളുന്ന ആ പരമാത്മാവിനെ തന്നെ ശരണം പ്രാപിക്കൂ എന്ന് ഗീത പറയും. എന്നാൽ തത് പ്രസാദാത്, അവന്റെ പ്രസാദം കൊണ്ട് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി, പരമമായ സംസാര നിവൃത്തി എന്ന മോക്ഷത്തെ നീ പ്രാപിക്കും എന്ന്. ഇവിടെ പറയാണ്, മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ഇതാണ് സാധകന് ശ്രദ്ധിക്കേണ്ട വിഷയം. മായയും മായാവിയും മായാവിനോദനും ഒക്കെ ഭഗവാൻ തന്നെ, ഏകൻ തന്നെ എന്നുള്ളതൊരു വസ്തുതയാണ്. സാധകന് പ്രയോജനം ഈ മായാനാടകത്തെ അല്ലെങ്കിൽ മായായവനികയെ മുഴുവൻ നീക്കി സത്യസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ നയിക്കുന്നതും നീ തന്നെ. അതിനാണ് സാധകൻ ഇവിടെ ശരണം പ്രാപിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെയാണ് ഏറ്റവും മുഖ്യമായ കാതൽ ഇവിടെയാ കിടക്കുന്നത്. മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ഗീതയിലൊരിടത്ത് ദേവീഹ്യേഷ ഗുണമയി മമ മായ ദുരത്യയ, ദൈവിയായിരിക്കുന്ന ഈ മായ തരണം ചെയ്യാൻ വളരെ പ്രയാസകരയാണ്. എന്നിട്ട് പറയും, മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ആരാണോ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നത് അവർ ഈ മായയെ തരണം ചെയ്യുന്നു. നമ്മള് ഈ മായാനാടകത്തെക്കുറിച്ച് എത്ര പ്രാവശ്യം അപഗ്രഥിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. ഒരു മായാവി ഒരു മായാലീല നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം അത് കണ്ടാലും അതിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, നമ്മൾ കൂടുതൽ 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 ബദ്ധരായി തീരുക ചെയ്യുക. പക്ഷേ ഒരിക്കൽ ഒരൊറ്റ പ്രാവശ്യം ആ മായാവിയുടെ കാൽക്കലിരുന്ന് ഇതിൻ്റെ രഹസ്യം എന്താണ് എന്ന് പ്രാർത്ഥിച്ച് ആ ഉപദേശം നേടിക്കഴിഞ്ഞാൽ ഇനി ആ മായാവിക്ക് നമ്മളെ ആ മായ കൊണ്ട് ബന്ധിക്കാൻ കഴിയില്ല. മറ്റേ നമ്മൾ എത്ര പ്രാവശ്യം പോയി കണ്ടു വെച്ചാലും പിന്നെയും പിന്നെയും കൗതുകം തോന്നും. ഒരിക്കൽ കൂടി കാണിച്ചു തരുമോ, ഒരിക്കൽ കൂടി കാണിച്ചു തരുമോ നമ്മൾ ചോദിക്കും. പക്ഷെ ഒരിക്കൽ അതിൻ്റെ രഹസ്യം ആ മായാവിയിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ മായയ്ക്ക് നമ്മളെ ബന്ധിക്കാൻ കഴിയില്ലേ. നമുക്കൊക്കെ അനുഭവമുള്ള വിഷയമാണ്. ഇതിനൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളും കഥകളൊക്കെ പറയാണ്ട് സമയമില്ല, അതുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. അവിടെയാണ് സാധകന് മുഖ്യം. നീയല്ലോ മായയെ നീക്കി, ഈ അജ്ഞാനാവരണത്തെ മുഴുവൻ നീക്കി സായുജ്യം നൽകുമാര്യനും, സായുജ്യത്തെ നൽകുന്ന ആര്യനും നീ തന്നെയാണ്. ആര്യൻ, ശ്രേഷ്ഠൻ ഓർമ്മിക്കുക. ആര്യശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വികലമായ മറ്റൊരു ധാരണ ഉണ്ടാവരുതേ. നാള് ഭാരതത്തിന് ഇപ്പോൾ അകപ്പെട്ട ദുരവസ്ഥയെക്കുറിച്ചൊരു ചർച്ച നടക്കുകയായിരുന്നു. വലിയ സദസ്സൊന്നുമില്ല, കുറച്ചു പേരൊത്തൊരുമിച്ച്. പക്ഷെ കുറച്ചു പേര് കേരളത്തിൽ വിശേഷിച്ചും ആധ്യാത്മിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോ ഭാരതത്തിനേറ്റ ദുര്യോഗം, സ്വയം തിരിച്ചറിവില്ലായ്മ,
മിഥ്യാധാരണകൾ, പൊങ്ങച്ചങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നു. നമ്മൾ പറഞ്ഞത് ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു സമാധാനമുണ്ട്. അതെന്താ വെച്ചാൽ കുറച്ച് പേര് പഠിപ്പിക്കാൻ തയ്യാറായിട്ടങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം പഠിച്ചോളും. കാരണം പെട്ടെന്ന് പഠിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. ഇത്ര പെട്ടെന്ന് പഠിക്കേണ്ട ഒരു സമൂഹം വേറെ ഉണ്ടോ സംശയ. അതിന് നമുക്ക് തോന്നിയതും അപ്പോൾ പറഞ്ഞതുമായ ദൃഷ്ടാന്തം, നമ്മൾ ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് നിരുക്തത്തിലൂടെ വ്യാകരണത്തിലൂടെ പഠിച്ചു വന്നിട്ടുണ്ട് ആര്യൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥമെന്ന്. ആര്യൻ സമം ശ്രേഷ്ഠൻ എന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ വെറും 2 നൂറ്റാണ്ട് കൊണ്ട് ആര്യൻ എന്ന് പറഞ്ഞാൽ മധ്യപൂർവേഷ്യയിൽ ആവിർഭവിച്ച ഒരു ജനവിഭാഗമാണെന്നും അവര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കുടിയേറിയെന്നും, ഭാരതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദുക്കുഷ് വഴി ഇങ്ങോട്ട് പ്രവേശിച്ച് ഇവിടെ ഉണ്ടായിരുന്ന തനത് വംശീയരെ മുഴുവൻ അടിച്ചോടിച്ച് തങ്ങളുടെ സംസ്കൃതിയെ പടുത്തുയർത്തിയെന്നും ആ ആര്യ സംസ്കാരത്തിന്റെ പ്രകാശമാനങ്ങളായ നിധികളാണ് വേദങ്ങളും വൈദിക ശാസ്ത്രങ്ങളും എന്നും ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എത്ര കാലം കൊണ്ടാണ് ഇത് പഠിച്ചത്? വെറും 2 നൂറ്റാണ്ടായിട്ടേ ഉള്ളൂ. 1.25 നൂറ്റാണ്ട് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനു മുമ്പ് ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഇല്ല. ഈ കൂട്ടത്തില് എല്ലാവരും സാമാന്യ വിദ്യാഭ്യാസം ഉള്ളവരാണ്, അതിലുപരിയുള്ളവരാണ് ഏറെയും. തുറന്നു പറയുക, ആര്യന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ധാരണ എന്താ? സത്യം പറയണം, നുണ പറയരുത്. ആര്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒന്നാമത്തെ ധാരണ എന്താ? അതൊരു വംശമാണെന്ന ധാരണയല്ലേ? ആര്യവംശം അല്ലേ? അതല്ലേ സത്യം? അപ്പൊ നോക്കൂ, 1.25 നൂറ്റാണ്ട് കൊണ്ട് ആയിരക്കണക്കിന് കൊല്ലങ്ങളായി നമ്മുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്ന ഒന്നിനെ എടുത്തു മാറ്റി പുതിയൊരാശയത്തെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഇതിലാ നമുക്കാകെ പ്രത്യാശ ഉള്ളത്. പെട്ടെന്ന് പഠിക്കുന്നൊരു വർഗമാണ് നമ്മൾ. പെട്ടെന്ന് പഠിക്കും നമ്മൾ. ഇത് നമ്മുടെ ഒരു ഗുണമാണ്, നമ്മുടെ ഒരു ദോഷമാണ്, രണ്ടുവാ. അതുകൊണ്ട് കുറച്ചുപേര് പഠിപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല, നമ്മുടെ സമാജം പഠിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആരും നിരാശരാവേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ആ കൂടെ ഇരുന്നവരൊക്കെ അംഗീകരിച്ചു. സ്വാമി പറഞ്ഞത് ശരിയാണ്, അല്പം തമാശ രൂപത്തിലാണെങ്കിലും ചിന്തിക്കുക നമ്മൾ നല്ലോണം. നേരം പോക്ക് പറഞ്ഞതല്ല. ഇവിടെ ആര്യശബ്ദം ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഈശ്വരൻ ശ്രേഷ്ഠൻ. ആര്യശബ്ദം വരുന്നത് ഋഗതൗ എന്നുള്ള ധാതുവിൽ നിന്നാണ്. അർത്ഥം ആര്യൻ എന്ന് പറയുമ്പോൾ അഭിഗമ്യൻ എന്നാവും. അവിടെ ഒരുപാട് പ്രത്യയങ്ങൾ ഋധാതുവിൽ പ്രവർത്തിച്ചിട്ട് ആര്യശബ്ദം സിദ്ധമാവാം. ഏതായാലും അതിൻ്റെയൊക്കെ അർത്ഥം അഭിഗമ്യൻ എന്നാവും. ആരെ സമീപിക്കാമോ, ആരെ പ്രാപിക്കാമോ അവൻ ആര്യൻ, ശ്രേഷ്ഠൻ. ഇപ്പൊ സംസാരത്തിന്റെ സകല ക്ലേശങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന നീ ആര്യൻ, നീയാണ് സായുജ്യത്തെ നൽകുന്നത് എന്നിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇത് വളരെ വിശദമായി പറയേണ്ട ആശയങ്ങളുണ്ട്, സൂചിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. നോക്കൂ, എന്താണ് ഈശ്വര തത്വം ഒന്നും കൂടി സ്പഷ്ടമാക്കാൻ അടുത്ത ശ്ലോകത്തിൽ. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. ഇതിൽ പരം ഇനിയൊന്നും പറയാനില്ല. ഈശ്വര യാഥാത്മ്യത്തെ, ആത്മസ്വരൂപത്തെ ഉപദേശിക്കുന്ന ഉപനിഷത്തുക്കൾ എന്താണ് ആത്മസ്വരൂപം എന്നതിനെ കുറിച്ച് പറയുന്ന അവസാന വാക്ക് അതാണ് ഇവിടെ പറയുന്നത്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. സത്യം ജ്ഞാനം അനന്തം ആനന്ദം ബ്രഹ്മ. വിജ്ഞാനമാനന്ദം ബ്രഹ്മ.
സച്ചിദാനന്ദം ബ്രഹ്മ. ഈ വക വാക്യങ്ങളാണ് ആത്മസ്വരൂപത്തെ വെളിവാക്കുന്നത്. സത്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഉള്ളത്, എന്താണോ ഉള്ളത് അതാണ് സത്യം, ഉണ്മ. മൂന്ന് കാലത്തിലും ബാധാരഹിതമായി നിലനിൽക്കുന്ന ഉണ്മ. ആത്യന്തികമായ അപരിമിതമായ ജ്ഞാനസ്വരൂപം, അതാണ് ജ്ഞാനം, ചിത്ത് എന്നൊക്കെ പറയുന്നത്. ആത്യന്തികമായ അപരിമിതമായ സുഖം, അതാണ് ആനന്ദം. ശ്രദ്ധിക്കുക, ഈ സത്യം, ജ്ഞാനം, ആനന്ദം എന്നൊക്കെ ഉള്ളത് ഇതെല്ലാം ബ്രഹ്മത്തെ എന്ത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ഗുരുനാഥൻ പ്രയോഗിക്കുന്ന വാക്യങ്ങളാണ്. ഒന്നും കൂടി വ്യക്തമായി പറയാം. എന്താണ് സത്യമെന്ന് പറയുന്ന സമയത്ത് ഉപനിഷത്തിൽ ഋഷി പാരമാർത്ഥികമായൊരു പ്രഖ്യാപനത്തെ നടത്തിയിട്ടുണ്ട്. ന വിദ്മോ ന വിജാനീമോ യഥൈതദ് അനുശിഷ്യാത് എന്ന്. ന വിദ്മോ ന വിജാനീമോ യഥൈതദ് അനുശിഷ്യാത്. ഇതെങ്ങനെയാ ഉപദേശിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. നമ്മളെ മറ്റോ ആണെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും, ഓ ഈ ഗുരുനാഥൻ അറിയില്ല അല്ലേ, എന്നാ പിന്നെ വേറെ ഗുരുനാഥൻ്റെ അടുത്ത് പോവാം. അറിയില്ല എന്നല്ലേ പറഞ്ഞത്, ഞാൻ വേറെ പോട്ടെ, പൊയ്ക്കോളൂ, സന്തോഷം, വേഗം പൊയ്ക്കോളൂ പറയും. പക്ഷെ താല്പര്യം ഇത് വാക്കിന് വിഷയമല്ലാത്തത് കൊണ്ട് എങ്ങനെ ഉപദേശിക്കും? വാക്കിന് വിഷയമായ നാമമോ രൂപമോ ഗുണമോ ക്രിയയോ സംബന്ധമോ ഉള്ള എന്തിനെ കുറിച്ച് നമുക്ക് പറയാം. എങ്ങനെ വാക്കിന് വിഷയമല്ലാത്ത സ്വരൂപത്തെക്കുറിച്ച് പറയും? അതാണ് പറഞ്ഞത്, ഇതെങ്ങനെ ഉപദേശിക്കണമെന്ന് നമുക്കറിയില്ല. അപ്പൊ വാക്കിന് അതീതമാണ് സത്യം. എങ്കിലും എങ്ങനെയെങ്കിലും ആ സത്യസാക്ഷാത്കാരത്തിലേക്കൊരു മാർഗം, ഒരു ദിശ ലഭിക്കട്ടെ എന്നുള്ള അപാരമായ കൃപ ഒന്നുകൊണ്ട് അനാദികാലമായി തന്നെ ആചാര്യന്മാര് നമുക്ക് ഉപദേശങ്ങളെ തന്നിട്ടുണ്ട്. ആ ഉപദേശങ്ങള് മുഴുവൻ തന്നെ ചില പദങ്ങളെ പ്രയോഗിച്ച് നമ്മുടെ ബുദ്ധിയെ സൂക്ഷ്മമാക്കി യഥാർത്ഥമായ തത്വവിചാരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഉതകും വിധമുള്ളവയാണ്. അത് ശ്രദ്ധിക്കണം. അതിൽ തന്നെ രണ്ട് പ്രകാരം ഉപദേശങ്ങളുണ്ട്. ഒന്ന് സ്വരൂപലക്ഷണമെന്നും മറ്റൊന്ന് തടസ്ഥലക്ഷണമെന്നും പറയപ്പെടും. തടസ്ഥലക്ഷണം എന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ തീരത്തിലുള്ള ആ തീരത്തിലുള്ള വസ്തു ഉണ്ടോ, കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്ത് എന്താച്ചാ അത് നോക്കിക്കോളൂ എന്ന്. അവിടെ ആളെ ഞാൻ കാണില്ലല്ലോ. ആളെ നീ കാണില്ല അല്ലേ? ആ നദീൻ്റെ അങ്ങ് ദൂരെ വലിയ മരം കണ്ടു, ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ. കണ്ടുവല്ലോ, അതിന് താഴത്ത് നോക്കൂ, ഒരു ചെറിയൊരു ബിന്ദു അതൊരു മനുഷ്യനാണ്, ഇത്ര ദൂരെ നിന്നായതുകൊണ്ട് തോന്നുകയാണ്. ശരി, ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് തടസ്ഥം. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തുടങ്ങി ഒരുപാട് മന്ത്രങ്ങൾ ഈ തടസ്ഥ പ്രതിപാദകമായിട്ടുണ്ട്. ചില വാക്യങ്ങളുണ്ട് സ്വരൂപ പ്രതിപാദകമായിട്ട്. അത്തരം വേദവാക്യങ്ങളാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, സത്യം ജ്ഞാനം അനന്തം ആനന്ദം ബ്രഹ്മ എന്നൊക്കെയുള്ളത്. അത്തരം ശ്രുതികളുടെ താത്പര്യത്തെ ഇവിടെ പറയാണ്, നീ സത്യം ജ്ഞാനമാനന്ദം. ഇപ്പൊ അവിടെ ഭഗവത് സ്വരൂപം പരിപൂർണതയിലേക്ക് ഉയർന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ദൈവം എന്നുള്ളത് ഈശ്വരൻ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈശ്വരന് ഉപരി പാരമാർത്ഥികമായ ബ്രഹ്മതത്വത്തിലേക്ക് ഉയർന്നു. നീ സത്യം ജ്ഞാനമാനന്ദം, വേറൊന്ന് പറയാൻ വയ്യ. ആത്യന്തികമായ ഉണ്മ നീയാകുന്നു, ആത്യന്തികമായ ജ്ഞാനം നീയാകുന്നു, ആത്യന്തികമായ സുഖം നീയാകുന്നു. ദേശം കാലം വസ്തു എന്നിവയാൽ പരിമിതിയില്ലാത്തതിൽ മാത്രമേ ഈ വക വിശേഷങ്ങൾ പറയാൻ കഴിയൂ. അപ്പൊ ദേശകാല വസ്തുക്കളാൽ പരിമിതിയില്ലാത്ത
പാരമാർത്ഥികമായ സത്യമാണ് നീ എന്നർത്ഥം. എന്നിട്ട് നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും, നീ തന്നെയാകുന്നു കാലത്രയം. ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം എന്നിങ്ങനെ ഭിന്നമായി നമ്മൾ കാലത്തെ ഗണിക്കുന്നുണ്ട്. ഇത് ആപേക്ഷികമല്ലേ? ആപേക്ഷികമല്ലാതെ എന്ത് ഭൂതം, എന്ത് വർത്തമാനം, എന്ത് ഭാവി? തീർത്തും ആപേക്ഷികമാണ്. നിരപേക്ഷമായിട്ട് ഭൂതവും ഇല്ല, വർത്തമാനവും ഇല്ല, ഭാവിയും ഇല്ല. ചിന്തിക്കുക. വർത്തമാനമെന്ന് പറയുന്ന ചെറിയൊരു വേളയിൽ ഒരാൾ ഭാവിയിൽ വർത്തിക്കാം. വർത്തമാനമെന്ന് പറയുന്ന ഒരു ദശയിൽ ഭാവിയെക്കുറിച്ച് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള്, അയാളെ സംബന്ധിച്ച് ഏതാണപ്പോ കാലം എന്ന് ചോദിച്ചാൽ വർത്തമാനാണോ ഭാവിയാണോ? ചിന്തിച്ചു നോക്കുക. വർത്തമാന ദശയിൽ ഇരുന്നുകൊണ്ട് ഭൂതത്തിലെ സംഭവങ്ങളെക്കുറിച്ച് പര്യാലോചന ചെയ്ത ഒരാള് ഇപ്പൊ ഭൂതത്തിലാണോ വർത്തമാനത്തിലാണോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ചിന്തിക്കുക. ഇതെല്ലാം ആപേക്ഷികമാണ്. നിരപേക്ഷമായിട്ട് വർത്തമാനവും ഇല്ല, ഭൂതവും ഇല്ല, ഒട്ടു ഭാവിയും ഇല്ല. അപ്പോൾ കാലസ്വരൂപനും നീ തന്നെ. ഓം ഇതേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതിഥി സർവമോങ്കാര ഏവ എന്നുള്ള മാണ്ഡൂക്യ ഉപനിഷത്ത് മന്ത്രമാണ് ഇവിടെ ഗുരുദേവൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നീ തന്നെയാണ് ഭൂതവും വർത്തമാനവും ഭാവിയും. ഇതെല്ലാം ഓങ്കാരം തന്നെ. ഓങ്കാരത്താൽ അഭിലഷിതമായ പരമാത്മസ്വരൂപം തന്നെയെന്ന് മാണ്ഡൂക്യോപനിഷത്ത് വർണ്ണിക്കും. അത് തന്നെയാ ഇവിടെ. നീ തന്നെയാണ് വർത്തമാനവും ഭൂതവും ഭാവിയും. അപ്പൊ സത്യജ്ഞാനാനന്ദ സ്വരൂപനായ നീ തന്നെയാകുന്നു കാലത്രയമായി വർത്തിക്കുന്നത്. ഈശ്വര ഭിന്നമായി കാലമില്ല. ചിന്തിക്കുക. എന്നിട്ട് പറയാണ് ഓതും മൊഴിയും. ഓതും പറയുന്ന മൊഴിയും വാക്കും അഥവാ മൊഴി എന്നുള്ളതിന് ഭാഷ എന്നും പറയാം. ഇവിടെ നമുക്ക് വാക്കെന്ന് എടുക്കാം. വാക്കും നീ തന്നെയാണ്. ഏതാണ് ഈ മൊഴി? എല്ലാ വാക്കുകളും അത് തന്നെയാണ്. എല്ലാ വാക്കുകളും ഓങ്കാരം തന്നെയാണ്. ചിന്തിക്കുക. ഓങ്കാര ഭിന്നമായൊരു വാക്കില്ല. നല്ലോണം സൂക്ഷ്മ വിചാരം ചെയ്യണം ഈ ഭാഗം പഠിക്കാൻ. ഇനി എന്തെന്ത് മൊഴികൾ നമ്മൾ ഓതുന്നുണ്ടോ അതെല്ലാം നീ തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നോക്കൂ, ഇവിടെ സകല വാക്കുകളും വ്യവഹരിക്കപ്പെടുന്ന സകല വാക്കുകളും നീയാകുന്നു, ഭൂതവും വർത്തമാനവും ഭാവിയും നീയാകുന്നു എന്ന് പറയുമ്പോ ഈശാവാസ്യം ഇതം സർവം എന്നുള്ളതായ ആ ഒരു ജ്ഞാനത്തിലേക്ക് ഒരു ചൂണ്ടലാണിത്. വിചാരം ചെയ്യുന്നവർക്ക് ചെയ്ത് ആ ഒരു പരമോന്നത സ്ഥിതിയെ സാക്ഷാത്കരിക്കാം. ഇതാണ് ഈശ്വര സ്വരൂപം. ഈ ഒരു ശ്ലോകത്തിൽ സകല ഉപനിഷത്ത് സാരമായിരിക്കുന്ന ആത്മയാഥാത്മ്യത്തെ ഗുരുദേവൻ വർണ്ണിച്ചു തരികയാണ്. അതുകൊണ്ട് ഇത് നല്ലോണം അനുസന്ധാനം ചെയ്യണം. ആവർത്തിച്ച് അനുസന്ധാനം ചെയ്യണം ഈ ശ്ലോകം. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. ഇതൊക്കെ നീയാണെന്ന് പറഞ്ഞു. അവിടെ ഒരു വാചകം വളരെ സമർത്ഥമായി ഗുരുദേവൻ വെച്ചിട്ടുണ്ട്. ഓർക്കിൽ, വിചാരം ചെയ്താൽ. വിചാരം ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ പലതാണ്. എങ്ങനെയാ ഭൂതം വർത്തമാനാവുക? വർത്തമാനം എങ്ങനെയാ ഭാവിയാവുക? ഞാൻ ഓടുന്ന മൊഴി എങ്ങനെ ഈശ്വര സ്വരൂപാവുക? മൊഴി വേറെ, ഈശ്വരൻ വേറെ. പക്ഷേ ഓർക്കിൽ, വിചാരം ചെയ്താൽ, ശാസ്ത്രാനുസൃതം വിചാരം ചെയ്താൽ അപ്പൊ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഈ തത്വത്തെ ബോധിക്കാൻ
വിചാരപ്രക്രിയയിലേക്ക് പ്രവേശിക്കൂ എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ എന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഗുരുദേവൻ. ശ്രദ്ധിക്കുക. ഇതൊക്കെ വളരെ വിസ്തരിച്ച് പറയേണ്ടതാണ്. പക്ഷേ ഈ സമയം അങ്ങനെ നോക്കുമ്പോൾ അധികം വിസ്തരിക്കാൻ തോന്നുന്നില്ല. എന്നാലും സാമാന്യം വിചാരത്തിന് ഉതകും എന്നുള്ള പ്രതീക്ഷയിൽ അടുത്തതിലേക്ക് കടക്കുകയാണ്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം. ഉപനിഷത്തിൽ തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യത എന്നൊരു മന്ത്രമുണ്ട്. ആ മന്ത്രം അപ്പോൾ ഇത് പറയുമ്പോൾ മനസ്സിലുണ്ടാവുക. തദന്തരസ്യ സർവസ്യ, അതെല്ലാത്തിൻ്റെയും ഉള്ളിലാണ്. തതു അതാകട്ടെ സർവസ്യാസ്യ ബാഹ്യത, എല്ലാത്തിൻ്റെയും പുറത്തുമാണ്. നോക്കൂ, ഒന്നിൻ്റെ അകത്താണെങ്കിൽ പുറത്താവില്ല, പുറത്താണെങ്കിൽ അകത്തും ആവില്ല. എന്നാൽ ഉപനിഷത്ത് പറയുകയാണ് അകത്തും പുറത്തുമാണെന്ന്. എന്താ അർത്ഥം? നമ്മളിപ്പോൾ അകത്താണോ പുറത്താണോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? നമ്മൾ അകത്താണ് ഇരിക്കുന്നത്. എന്തിൻ്റെ അപേക്ഷയിൽ? ചുമരിൻ്റെ അപേക്ഷയിൽ. ഈ ചുമരിൻ്റെ അപേക്ഷയിൽ അല്ലാച്ചാൽ നമ്മൾ അകത്താണോ പുറത്താണോ ചോദ്യം. അപ്പൊ എന്തെങ്കിലും ഒരു ഉപാധിയുടെ അപേക്ഷയിൽ മാത്രമേ അകം പുറം ഭേദമുള്ളൂ. ആ ഉപാധിയുടെ അപേക്ഷയിൽ അകത്താണെങ്കിൽ പുറത്തല്ല, പുറത്താണെങ്കിൽ അകത്തുമല്ല. എന്നാൽ പാരമാർത്ഥിക സത്യപ്രഖ്യാപനം ചെയ്യുന്ന ശ്രുതി ഉപനിഷത്ത് പറയാണ് തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യത, അതെല്ലാത്തിൻ്റെ അകത്തുമാണ് പുറത്തുമാണ്. എന്താ താല്പര്യം? അകത്തുമല്ല പുറത്തുമല്ല, അകം പുറം ഭേദമില്ലാത്തതാണ്. ചാൽ അർത്ഥം സർവത്ര സദാ വ്യാപിച്ച് നിലകൊള്ളുന്ന തത്വമാണ്. അകം പുറം തുടങ്ങിയ ഭേദങ്ങൾ പോലും ഈ പാരമാർത്ഥികമായ സത്യത്തിലാണ് വർത്തിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു അകവും പുറവും തിങ്ങും. അകവും പുറവും ഒരുപോലെ വ്യാപിച്ച് നിലകൊള്ളുന്ന മഹിമാവാർന്ന നിൻപദം, അങ്ങനെയുള്ള മഹിമയോടൊത്ത നിൻപദം. ഇന്നലെ നമ്മളിവിടെ ചിന്തിച്ചിട്ടുണ്ട് ഏതാവാൻ അസ്യ മഹിമാ അതോ ജ്യായാംശ്ച പൂരുഷഃ എന്നുള്ള മന്ത്രത്തെ, വേദമന്ത്രത്തെ. ശ്രുതി പറയാണ് ഏതാവാൻ അസ്യ മഹിമ, ഇതെല്ലാം ഇവന്റെ മഹിമയാണ്. ഏതെല്ലാം? എല്ലാം. എന്തുണ്ടോ അതെല്ലാം, എന്ത് സങ്കല്പിക്കാമോ അതെല്ലാം. അത് ഈ ഭൂമിയെന്നോ അല്ലെങ്കിൽ 14 ലോകങ്ങളെന്നോ ഒന്നും പരിമിതപ്പെടുത്തണ്ട. സകലവും സകലവും. ഈ മഹിമയുടെ അറ്റം വർണ്ണിച്ചു തീർക്കാൻ സാധ്യമല്ല. അതാണ് മഹിംന പാരം തേ പരം എന്ന് പറഞ്ഞത്. നിന്റെ മഹിമയുടെ അറ്റം അതീതമാണ്, ബുദ്ധിക്ക് അതീതമാണ് എന്ന്. അപ്പൊ നിന്റെ ഈ മഹിമ എങ്ങനെയുള്ള മഹിമ? അകവും പുറവും തിങ്ങും, അകം പുറം ഭേദമില്ലാതെ സർവത്ര വ്യാപിച്ച് നിലകൊള്ളുന്ന സർവവ്യാപിയായ നിന്റെ മഹത്വം. ആ മഹത്വത്തെ, ആ പദത്തെ പുകഴ്ത്തുന്നു ഞങ്ങളിതാ പുകഴ്ത്തുന്നു ഭഗവാനെ. സകല വേദങ്ങളും ആ മഹിമയെ പുകഴ്ത്തുകയാണ്. അനാദികാലമായിട്ട് ആ മഹിമയെ ആചാര്യന്മാർ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഒരു സാധാരണ ഭക്തനെ സംബന്ധിച്ച് എന്താണ് ഈ പുകഴ്ത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുഷ്പദന്തൻ ഒരിടത്ത് ഇതിന് മറുപടി പറയുന്നുണ്ട്. മമത്വേതാം വാണിം ഗുണകഥന പുണ്യേന ഭവതഃ പുനാമീത്യർത്ഥേസ്മിൻ പുരമഥന ബുദ്ധിർവ്യവസിത എന്ന്. അല്ലയോ പുരമഥന, പുരങ്ങളെ നശിപ്പിക്കുന്ന ഭഗവാനെ,
മമ ഏതാം വാണിം, എൻ്റെ ഈ വാക്കിനെ പുനാമി, ഞാൻ പരിശുദ്ധമാക്കി തീർക്കുന്നു, ഇത്യർത്ഥേ എന്നുള്ള ഉദ്ദേശത്തിനായിക്കൊണ്ട് ഈ വാക്കുകളെ ഞാനിങ്ങനെ ചെയ്യാണ് എന്ന്. ഞാൻ ഈ കീർത്തനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ വാക്കിനെ പരിശുദ്ധാക്കാൻ വേണ്ടിയിട്ടാ. വാക്ക് മനസ്സിൽ നിന്ന് വരുന്നതാണ്. മനോഹ്യാത്മാ വാഗ്ജായ, മനസ്സൊരാളും അയാളുടെ ഭാര്യ വാക്കും, ഇങ്ങനെ ശ്രുതിയുണ്ട്. അപ്പൊ വാക്ക് പരിശുദ്ധമാകുന്നു എന്ന് വരികിൽ മനസ്സ് പരിശുദ്ധം തന്നെ. പരിശുദ്ധമായ മനസ്സിൽ നിന്ന് സ്വാഭാവികമായി പരിശുദ്ധങ്ങളായ വാക്കുകൾ വരും. അവിടെ സ്വാഭാവികമായി എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോ മമത്വേതാം വാണിം ഗുണകഥന പുണ്യേന ഭവത പുനാമീത്യർത്ഥേസ്മിൻ പുരമഥന ബുദ്ധിരുപ്യവസിത. എൻ്റെ ബുദ്ധി ഇതാ ഈ ഏർപ്പാട് തുടങ്ങിയിരിക്കുക, നിന്നെ സ്തുതിക്കുക എന്നുള്ള ഏർപ്പാട്. എന്തിനാണത്? എൻ്റെ ഈ വാക്കിനെ പരിശുദ്ധമാക്കാൻ. എന്ന് വെച്ചാൽ അർത്ഥം, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദത്തെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞു. എന്തിനായിക്കൊണ്ട്? ഞങ്ങളുടെ അന്തഃകരണത്തിൻ്റെ ശുദ്ധിക്കായിക്കൊണ്ട്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ആശയം, ഈ കീർത്തനം ആരംഭിച്ചത്, നമുക്ക് ഒടുവിൽ ഒന്നും കൂടി പറയാം, ഒന്നും കൂടി ആശയം പറയാം, എന്നാലും മധ്യത്തിൽ അതൊന്നും കൂടി ഇവിടെ പറയുന്നു. ഞങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് എന്നെ എന്നല്ല, ഞങ്ങളെ എന്നാണ്. ഇവിടെ അത് കഴിഞ്ഞ് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ എന്നും ഞങ്ങൾക്ക് എന്നും പറഞ്ഞിട്ടുണ്ട് 3-ാം ശ്ലോകത്തില്. ചിന്തിക്കുക, ആത്മസാക്ഷാത്കാരം എന്നുള്ള പരമമായ തത്വത്തെ പറയുമ്പോൾ അവിടെ ഞങ്ങളില്ല, ബഹുവചനമില്ല. അതുകൊണ്ട് നീയും എന്നുള്ളിലാവണം എന്നാ പറഞ്ഞ, ഞങ്ങൾക്കുള്ളിലാവണം എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ശാസ്ത്രവിരുദ്ധത വരും, പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ വീണ്ടും നോക്കൂ, ഞങ്ങൾ പുകഴ്ത്തുന്നു എന്നാണ്. എത്ര സ്ഥലത്താണ് ഈ ഞങ്ങൾ 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 എന്ന കൂട്ടായ്മയുടെ സന്ദേശം? ഒരിടത്തും ഞാൻ അല്ലല്ലോ. ഇതാണ് വേദം നൽകുന്ന മഹിതമാർന്ന മറ്റൊരു സന്ദേശം. ചിന്തിക്കുക. വേദസാരമായ ഗായത്രി ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണേന്നാ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ബുദ്ധിയെ അല്ല. വേദം ആദ്യന്തം ഉപദേശിക്കുന്നത് നമുക്കിടയിൽ നാം വളർത്തിയെടുക്കേണ്ടുന്ന കൂട്ടായ്മയെക്കുറിച്ചാണ്. ഏകത ഏകത ഏകത, അതാണ് വേദത്തിൻ്റെ സന്ദേശം. ഐക്യം വാർത്തെടുക്കുക. ഞാനും നീയുള്ള കാലത്തോളം ഈ ഞങ്ങൾ എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. ഞങ്ങളൊന്നാണ്, നമ്മളൊന്നാണ്. ആ ഒരു ഏകതാബോധമുണ്ടെങ്കിൽ മാത്രമേ ഏത് മേഖലയിലായാലും ഉയരാൻ സാധിക്കൂ. അറിയാതെ നമുക്ക് നഷ്ടമായി പോകുന്നതും നമ്മുടെ സകല പതനങ്ങൾക്കും കാരണഭൂതമായി പോകുന്നതും ഈ ഞങ്ങൾ അഥവാ നമ്മൾ എന്നുള്ള ചിന്ത ഇല്ലാതെ പല പല തുരുത്തുകളിൽ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. നല്ലോണം ചിന്തിക്കുക. സംഗച്ഛധ്വം സംവദധ്വം എന്നൊക്കെ പറഞ്ഞ ഋഷി, നിങ്ങൾ ഒന്നിച്ചു നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ചു നല്ലതിനെ പറയുവിൻ. ഇതാണ് വേദത്തിൻ്റെ സംഹിതാഭാഗത്തിൻ്റെ ഉപസംഹാരത്തിലുള്ള സൂക്തത്തിൽ പറയുന്നത്. ശ്രദ്ധിക്കുക. നിങ്ങൾ ഒന്നിച്ചു നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ചു നല്ലതിനെ പറയുവിൻ. ഒന്നിച്ച് നമുക്ക് വന്ന പതനം എന്ത്? പതന കാരണം എന്ത്? ഇതേ ഉള്ളൂ. ഭിന്നിച്ചായി നമ്മൾ പലതിൻ്റെ പേരുള്ള നായരും ഈഴവരും ചെറുമരും പുലയരും നമ്പൂതിരിയും നമ്പ്യാരും എന്ന് വേണ്ട എത്ര 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 ശീർഷകങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ പിരിച്ചു. ഇങ്ങനെ ഭിന്നിച്ച് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്ങനെയൊക്കെ ഭിന്നിപ്പിക്കാമോ അങ്ങനെയും ഭിന്നിപ്പിക്കുന്നു. ചിന്തിക്കുക. ഞങ്ങൾ എന്നുള്ള ബോധം
അറിയാതെ നഷ്ടമാവുന്നു, അറിഞ്ഞ് നഷ്ടമാക്കുന്നു. രണ്ടും നടക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കണം എന്ന ചിന്തയോടുകൂടി ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അറിയാണ്ട് അജ്ഞാനം കൊണ്ട് ഭിന്നിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ആവർത്തിച്ച് പറഞ്ഞത്, ആവർത്തിച്ച് പ്രാർത്ഥിച്ചത് ഞങ്ങൾ 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 എന്നാണ്. ഞങ്ങളിതാ അങ്ങയെ കൂട്ടായി സ്തുതിക്കുന്നു. എന്താ സ്തുതിക്കണത്? ഭഗവാനെ ജയിക്കുക. അല്ലയോ ഭഗവാനെ, അങ്ങ് ജയിച്ചാലും, അങ്ങ് ശോഭിച്ചാലും, അങ്ങ് വിജയിച്ചാലും, അങ്ങ് വിരാജിച്ചാലും അങ്ങാണ് ജയിക്കുന്നത്. അത് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങ് തന്നെ ജയിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ സകല പ്രതിഭാസങ്ങളുടെയും പിന്നിൽ എല്ലാത്തിൻ്റെയും അധിനിയമമായി ജയിക്കുന്നത് അങ്ങ് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങ് തന്നെയാ. പിന്നെന്തിനു ഞാൻ പറയുന്നു? ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് സകല വ്യവഹാരങ്ങളുടെയും അടിസ്ഥാനമായി വർത്തിക്കുന്ന തത്വത്തെ തിരിച്ചറിഞ്ഞ് ഞാൻ സ്തുതിക്കുകയാണ്. ഈ തിരിച്ചറിവും സ്തുതിക്കലും അതാണ് നമുക്ക് ആവശ്യം. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ആശയമാണ് അതിലടങ്ങിയിരിക്കുന്നത്. ഭഗവാനെ ജയിക്കുക. നമുക്കും ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കീർത്തിക്കാം, ഭഗവാനെ ജയിക്കുക. എങ്ങനെ വേണം അത് കീർത്തിക്കേണ്ടത്? ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ഇങ്ങനെ നമുക്ക് കീർത്തിക്കാം. അപ്പൊ ഞങ്ങൾ ഇതാ ഒന്നിച്ച് കീർത്തിക്കുന്നു, ഒന്നായി ഒരു ശബ്ദത്തിൽ കീർത്തിക്കുന്നു. 2 ശബ്ദത്തിലല്ല, 3 ശബ്ദത്തിലല്ല, ഒരു ശബ്ദത്തിൽ. എന്താണ് കീർത്തിക്കണത്? ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ജയിക്കുക മഹാദേവ. ഹേ മഹാദേവ, സകല ദേവന്മാർക്കും ദേവനായിട്ടുള്ളവനെ, മഹാനും ദേവനുമായവൻ മഹാദേവൻ. ദേവന്മാരിൽ മഹാൻ ആരോ അവൻ മഹാദേവൻ എന്നൊക്കെ പറയാം. ഈശ്വരൻ ഏതൊരു മഹിമയാൽ സകല ദേവന്മാരും വർത്തിക്കുന്നുവോ ആ മഹിമാസ്വരൂപൻ. ഹേ മഹാദേവ, ജയിക്കുക മഹാദേവ. അവിടെ വിശേഷണം കൊടുക്കുകയാണ്, ദീനാവനപരായണ. ദീനന്മാരെ, ദുഃഖിതന്മാരെ അവനം ചെയ്യുക, രക്ഷിക്കുക എന്നുള്ളത് പരായണമായി കരുതുന്നവൻ. അവ രക്ഷണ എന്നാണ് ധാതു. അവനം ചെയ്യ, രക്ഷണം ചെയ്യ. അപ്പൊ ദീനന്മാരെ, ദുഃഖിതന്മാരെ രക്ഷിക്കുക എന്നുള്ളത് ആർക്ക് പരായണമാണോ അവൻ ദീനാവന പരായണൻ. അതുതന്നെയാണ് ദുഃഖിതരെ, ക്ലേശിക്കുന്നവരെ രക്ഷിക്കുക. ഇത് മാത്രം പരായണമായിട്ടുള്ളവൻ. അതാണ് വിശേഷണം മഹാദേവന്റെ. ഇവിടെ മഹാദേവനെ നമ്മൾ ഏത് ഭാവത്തിൽ വേണമെങ്കിൽ വിളിച്ചോളൂ. ഏത് ഭാവത്തിൽ വിളിച്ചാലും മഹാദേവൻ മഹാദേവൻ തന്നെ. വൈഷ്ണവൻ വിഷ്ണു എന്ന് വിളിച്ചാലും, ശൈവൻ ശിവൻ എന്ന് വിളിച്ചാലും, ശാക്തേയൻ ശക്തി എന്ന് വിളിച്ചാലും, ഗണപത്യൻ ഗണപതി എന്ന് വിളിച്ചാലും, സൗരൻ സൂര്യൻ എന്ന് വിളിച്ചാലും, സ്കാന്ദൻ സുബ്രഹ്മണ്യൻ എന്ന് വിളിച്ചാലും ഒക്കെ മഹാദേവൻ മഹാദേവൻ തന്നെ. അതിൽ മാറ്റമില്ല. ഇനി ഇങ്ങനെ ഞാൻ ദേവതയെ നിന്ന് അംഗീകരിക്കണില്ല എന്ന് പറയുന്ന ആൾക്കും അയാൾ എന്ത് തത്വത്തെയാണോ പരമമായി കണക്കാക്കുന്നത് അത് മഹാദേവൻ തന്നെ. അത്രയേ ഉള്ളൂ. ഈ മഹാദേവത്വത്തെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല, ബുദ്ധിയുണ്ടെങ്കിൽ. ബുദ്ധിയില്ലാത്തവർ നിഷേധിച്ചാൽ നമുക്കതിലൊട്ട് വിഷമവും ആവശ്യമില്ല. അവരോട് തർക്കിക്കാൻ പോവരുത്. ചിന്തിക്കുക, ഈ പ്രപഞ്ച വ്യവസ്ഥകളെ, അതിലടങ്ങിയിരിക്കുന്ന പാരസ്പര്യത്തെ, നിയമ നിയാമക നിയമത്തെ, കാര്യകാരണ ബന്ധത്തെ വിചാരം ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് ഈ മഹാദേവത്വത്തെ നിഷേധിക്കാൻ കഴിയില്ല.
അതാണ് ഇവിടെ പറയണത്. ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ, ജയിക്കുക ജയിക്കുക ചിദാനന്ദ. ചിത്ത് ആത്യന്തികമായ ജ്ഞാനസ്വരൂപം, ആനന്ദം ആത്യന്തികമായ സുഖസ്വരൂപം. ഈ രണ്ടും, ചിത്തും ആനന്ദവും സ്വരൂപമായവനാരോ അവൻ ചിദാനന്ദൻ. നേരത്തെ പറഞ്ഞു അത് നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന് പറഞ്ഞു. ആ ജ്ഞാനവും ആനന്ദവും സ്വരൂപമായവനാണ് ചിദാനന്ദൻ. ഹേ ചിദാനന്ദ, നീ ജയിക്കട്ടെ. അവിടെ പറയാണ് ദയാസിന്ധോ, ദയയുടെ സിന്ധുവായവൻ, അഹൈതുകമായ ദയയോടൊത്തവൻ, അപാരമായ സമുദ്രം, ആ സമുദ്രസമാനമായ ദയയോടുകൂടിയവൻ. അത് വ്യഷ്ടിയിലേക്ക് നോക്കിയാലും സമഷ്ടിയിലേക്ക് നോക്കിയാലും ഒക്കെ നമുക്ക് കാണാം. വ്യഷ്ടി ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരു ഋഷി ഇങ്ങനെ പറയുന്നുണ്ട്, കോഹ്യേവ അന്യാത് കപ്രാണ്യാത് യദേശ ആകാശ ആനന്ദോ നസ്യാത്. ഈ ഒരു ആനന്ദ സ്വരൂപമായ ബ്രഹ്മമില്ലെങ്കിൽ, അല്ലെങ്കിൽ ആത്മാവില്ലായിരുന്നെങ്കിൽ ആരാ പോയി പ്രാണചേഷ്ടകളെ ചെയ്യിക്കുക, ആരാ ഈ അപാനചേഷ്ടകളെ ചെയ്യിക്കുക എന്ന്. അതൊരു ഋഷിയുടെ ആത്മകഥം പോലെ വന്നൊരു മന്ത്രമാണ്. എൻ്റെ ഒരു രസം മനസ്സിലാക്കി എന്ന് വിചാരിക്കണോ? അതായത് ഒരു ആത്മഗതം പോലെ ഋഷിയിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു മന്ത്രമാണത്. ഈ ആനന്ദ സ്വരൂപമായ ആത്മാവില്ലായിരുന്നെങ്കിൽ ആര് പ്രാണചേഷ്ടകളെ ചെയ്യിക്കും, ആര് അപാനചേഷ്ടകളെ ചെയ്യിക്കുമെന്ന്. എന്ന് വെച്ചാൽ ആ കൃപാസ്വരൂപം ഉള്ളത് കൊണ്ടാണല്ലോ പ്രാണൻ ചലിക്കണത്, അപാനം ചലിക്കണത്. ഇത് വ്യഷ്ടിയിലേക്ക് നോക്കിയിട്ടാ. ഇതേപോലെ സമഷ്ടിയിലേക്കൊന്ന് നോക്കൂ. അത്യത്ഭുതകരങ്ങളായ ഈ ലീലാവിലാസങ്ങളെയൊക്കെ പരസ്പരം ഘടിപ്പിച്ചുകൊണ്ട്, ഇതെന്താ അതൊരു അത്ഭുതം. ദയാസിന്ധു, ഹേ ദയാസിന്ധോ ജയിക്കുക. ഇങ്ങനെയാണ് ഞങ്ങൾ പുകഴ്ത്തുന്നത്. പുകഴ്ത്തിയാലും ഇല്ലെങ്കിലും ഇതിങ്ങനെ തന്നെ. പിന്നെ എന്തിനു പുകഴ്ത്തണം? പുകഴ്ത്തുന്നതിലൂടെ നമ്മുടെ ചിത്തശുദ്ധി ഉണ്ടാവും. എത്ര എത്ര ഭഗവത് കീർത്തനം നമ്മൾ ചെയ്യുന്നുണ്ടോ അത്ര അത്ര ചിത്തശുദ്ധി നമുക്കുണ്ടാവും. സംശയമില്ല. സംശയമുള്ളവർ പരീക്ഷിച്ചിട്ട് നമുക്ക് അത് വെറുതെ പറയണതാണ്, ഞാൻ കുറേയൊക്കെ കീർത്തനം ചെയ്തു എന്നിട്ട് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് പറയുക. പരീക്ഷിക്കാതെ ആരും പറയരുത്. ഏത് വിഷയത്തിലായാലും പരീക്ഷിച്ച് നിരീക്ഷിച്ച് മാത്രമേ നമ്മൾ നിഗമനത്തിലെത്താൻ പാടുള്ളൂ. അതാണ് ശാസ്ത്രീയമായ രീതി. അതുകൊണ്ട് ആരിതൊന്നും ശരിയല്ല എന്ന് കണക്കാക്കുന്നുണ്ടോ അവരും ഒരു കൊല്ലക്കാലത്തേക്ക് നല്ലോണം കീർത്തനം ചെയ്യാം. വിശ്വാസം ഇല്ലെങ്കിലും ചെയ്യാം. എന്തെങ്കിലും പരിവർത്തനം ഉണ്ടോ എന്നൊന്ന് നോക്കുക, പരിശോധിക്കുക. ഒരു കൊല്ലം ഇതൊരു വ്രതമായി എടുക്കുക. ഇത് വിശ്വാസമുള്ളവരെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല, അവർ കീർത്തിച്ചുകൊണ്ടിരിക്കട്ടെ. ആര് വിശ്വാസമില്ലയോ അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ കീർത്തിക്കട്ടെ. സംശയമൊന്നുമില്ല, ഒരു സംശയമില്ല ഈ വിഷയത്തിൽ. എത്ര നമ്മൾ കീർത്തിക്കുന്നുണ്ടോ അത്രയ്ക്ക് ചിത്തശുദ്ധിയും ഏകാഗ്രതയും നമുക്ക് പ്രാപ്തമാകും. അതിനായിക്കൊണ്ട് ഞങ്ങളിതാ ഒന്നായി കീർത്തിക്കുന്നു. ഈ ഒന്നായി കീർത്തിക്കുമ്പോൾ അറിയാതൊരു ഏകതയുടെ ചരടിനാൽ നമ്മളൊക്കെ കോർക്കപ്പെടും. അതാണ് ഈ സമൂഹാരാധനകളുടെയൊക്കെ പ്രാധാന്യം. ഓരോ വ്യക്തിയും ആരാധന ചെയ്യുന്നു, നല്ലത് തന്നെ. ഓരോ വ്യക്തിയും കീർത്തനം ചെയ്യുന്നു, നല്ലത് തന്നെ. പക്ഷെ നമ്മളൊരു സമാജമായി കൂടി ഒന്നിച്ചിരുന്ന് കീർത്തനം ചെയ്യുമ്പോൾ അറിയാതെ നമുക്കിടയിൽ ഏകതയുടെ ഒരു ചരട്, നാം എല്ലാം ഒന്നാണ്, നമുക്കിടയിൽ ഇല്ല ഭിന്നതകൾ. കൽപ്പിതങ്ങളായി എന്തെല്ലാം ഭിന്നതകൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നു അതൊക്കെ അലിഞ്ഞലിഞ്ഞില്ലാണ്ടാവും. അത് സമാജത്തിന്റെ ശക്തിയെ ഊട്ടി ഉറപ്പിക്കും. ആ ഏകതയുടെ ശക്തി വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഭീഷണിയുമില്ല. ചിന്തിക്കുക. അതുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു എന്നുള്ള ഞങ്ങൾ തന്നെ വേണം. ഞാൻ പോരാ, നീ പോരാ,
നമ്മളെന്നുള്ള കൂട്ടായ്മയുടെ ഭാവം ഊട്ടിയുറപ്പിക്കുക തന്നെ വേണം. അതാണ് മുഖ്യം. അത് നഷ്ടമായതാണ് നമുക്ക് വന്നു ചേർന്ന അപകടം. ശ്രദ്ധിക്കുക. ഒടുവിൽ ഉപസംഹരിക്കുകയാണ്. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. നോക്കൂ, ആഴമേറും നിൻ മഹസ്സാവാഴിയിൽ. നിന്റെ മഹത്വത്തിൻ്റെ ആഴം എത്രയെന്ന് പറയാൻ സാധ്യമല്ല. ആ മഹത്വത്തിൻ്റെ ആഴിയിൽ, പ്രകാശസ്വരൂപത്തിൽ, മഹാശബ്ദത്തിന് മഹത്വം എന്നുള്ള അർത്ഥം, പ്രകാശം എന്നുള്ള അർത്ഥം ഒക്കെ നമുക്ക് പറയാം. ഇതിൻ്റെ എത്രയാണ് ആഴമെന്ന് നിശ്ചയിക്കാൻ വയ്യ. ആ സ്വരൂപത്തിൽ ഞങ്ങൾ ആകവേ ആഴണം, മുഴുവനായിട്ട് ആഴണം. ഞങ്ങൾ തീർത്തും അഭേദ സാക്ഷാത്കാരത്തിലേക്ക് ഉയരണം. ജീവഭാവത്തിൻ്റെ വ്യതിരിക്തമായിരിക്കുന്ന അവിദ്യാ സൃഷ്ടമായിരിക്കുന്ന ഈ വ്യക്തിഗത ഭാവത്തിൻ്റെ ലേശം പോലും ഇല്ലാതെ ഞങ്ങളാകവേ ആഴണം. യഥാലോക്യാഹ്ലാദം ഹൃദയിവ നിമജ്യാമൃതമയേ. പുഷ്പദന്തൻ പറയുകയാണ്, യാതൊരു തത്വത്തെ സാക്ഷാത്കരിച്ചിട്ടാണോ അമൃതത്തിൻ്റെ തടാകത്തിൽ മുക്കപ്പെട്ടവരെ പോലെയായി തീരുന്നത് യോഗികളെന്ന്. അമൃതത്തിൻ്റെ തടാകത്തിൽ മുക്കപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയാണ് ആണ്ടത്? ആകവേ ആണ്ടു. ശ്രദ്ധിക്കുക. ഇത് യോഗി പ്രത്യക്ഷമായിരിക്കുന്ന ഒരു അനുഭൂതിയുടെ ദശയാണിത്. ആ അനുഭൂതിയുടെ ദശയെ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. ആഴമേറും നെന്മഹസാമാഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം. ഒരൽപ്പം പോലും ആ പാരമാർത്ഥികമായ സത്യത്തിൽ നിന്ന് ഭിന്നത ഞങ്ങൾക്കുണ്ടാവരുത്. യദി അധ ഉദരമന്തരം കുരുതേ തസ്യ ഭയം ഭവതി. ഉപനിഷത്ത് പറയുന്നുണ്ട്, ആ പാരമാർത്ഥികമായ സത്സ്വരൂപത്തിൽ നിന്ന് ഒരൽപ്പം അകൽച്ചയെ കൽപ്പിച്ചോ, എന്നാൽ അവന് ഭയം ഉണ്ടാവുമെന്ന്. അതാണ് ആകവേ ആഴണം. തൻ്റെ ജീവഭാവം സമ്പൂർണമായി വിലയിച്ച് കേവലാത്മഭാവത്തിൽ ഞങ്ങൾ തീരണം. ഇത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല കേട്ടോ. ശ്രദ്ധിക്കുക. എന്നിട്ടോ വാഴണം നിത്യം. സാധനാ ജീവിതത്തിൽ സൂക്ഷ്മങ്ങളായ വിചാര സാധനകളിലൂടെ മറ്റ് ഗുരു ശാസ്ത്രോപദിഷ്ടങ്ങളായ അനുഷ്ഠാന ക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചില ശാന്തിപ്രദങ്ങളായ ആനന്ദപ്രദങ്ങളായ അനുഭൂതി വിശേഷങ്ങൾ മിന്നിമറഞ്ഞെന്ന് വരാം. വളരെ കരുതലോടുകൂടി വേണം ഈ വാക്യങ്ങളെ കേൾക്കേണ്ടത്. ചില അനുഭൂതി വിശേഷങ്ങൾ മിന്നിമറിഞ്ഞെന്ന് വരാം. ഒരിക്കലും തന്നെ അത് ആത്യന്തികമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആ മിന്നിമറയലുകളെ പിൻപറ്റി വിചാരം ചെയ്ത് മുന്നോട്ട് പോകണം. ഈ വിഷയം ഭഗവാൻ ഭാഷ്യകാരൻ കേനോപനിഷത് ഭാഷ്യത്തിൽ വിശദമായി പ്രതിപാദിക്കും. ദേവന്മാർക്ക് മുമ്പാകെ മിന്നിമറിഞ്ഞു ഒരു സത്യം. അവരത് അന്വേഷിച്ചു, എന്താണത്? ആ അന്വേഷണത്തിന് ആദ്യം അഗ്നി പോയി, പരാജയപ്പെട്ടു വന്നു. വായു പോയി, പരാജയപ്പെട്ടു വന്നു. ഇന്ദ്രൻ പോകുന്നു.
കണ്ടെത്തിയേ തിരിച്ചു വരൂ എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി തപസ്സനുഷ്ഠിക്കുന്നു. ആ തപസ്സിന്റെ പൂർണ്ണതയിൽ ഉമ വിദ്യാസ്വരൂപിണി ചെന്ന് ഉപദേശത്തെ നൽകുന്നു, സാക്ഷാത്കരിക്കുന്നു. ഇത് കേനോപനിഷത്ത് പ്രസിദ്ധമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധനാ ഘട്ടത്തിലൂടെ പോകുമ്പോൾ ഉണ്ടാവുന്ന ചില മിന്നിമറയുന്ന അനുഭൂതി വിശേഷങ്ങളെ ഒരിക്കലും പരമമായി കണക്കാക്കരുത്. മറിച്ച് മുന്നോട്ട് പോകാനുള്ള ചില സൂചനകളായിട്ടെടുക്കണം. അതുകൊണ്ട് തന്നെ ആഴണം എന്ന് പറഞ്ഞിട്ട് ഒട്ടനെ പറയുന്നു വാഴണം നിത്യം. നിത്യം ആ സ്വരൂപത്തിൽ വാഴണം. വായു നിറച്ച ഒരു പന്ത് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ശരിക്ക് മുങ്ങും. അപ്പൊ ശരിക്ക് ആകവേ ആണ്ടുവല്ലോ എന്ന് സന്തോഷിച്ച് കയ്യങ്ങ് വിട്ടാലോ പൊന്തിക്കഴിഞ്ഞു. അതുപോലെ ആവരുത്. വാഴണം നിത്യം. ആ സ്വരൂപത്തിൽ നിത്യവും അഭിന്നതയാ വാഴണം. അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ബോധത്തിൽ നിത്യവും വാഴണം. വാഴണം സുഖം. നിശ്ചയമായും ആ പരമമായ സത്യത്തിൽ തന്നെ വാഴണം. തദ്വാര ആത്യന്തികമായ ആനന്ദം വാഴണം. ഇവിടെ സുഖം എന്നുള്ളത് ആനന്ദത്തിന്റെ പര്യായമായിട്ടേ അർത്ഥം പറയാൻ പറ്റൂ, ഇത്രയും വ്യാഖ്യാനിച്ചപ്പോ. അല്ലാതെ സുഖം എന്നവിടെ പറയാൻ പറ്റില്ല. സുഖം എന്നുള്ളതിന് അവിടെ ആനന്ദം എന്നർത്ഥം എടുക്കണം. ഈ ആത്യന്തികമായ ആനന്ദം നിരന്തരം വാഴണം. ഈ ആനന്ദ സ്വരൂപത്തിൽ ഞാൻ വാഴണം. ആനന്ദ സ്വരൂപം എന്നിൽ വാഴണം. ചിന്തിക്കുക.